ശ്രീ VS അജിത്തിൻ്റെ ഇന്ന് രാത്രി 11 എന്ന പുസ്തകം ശ്രീ M നന്ദകുമാർ ശ്രീമതി ഇന്ദുമേനോന് നൽകി പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങ് കൂടി ഈ വേദിയിൽ നടക്കുന്നുണ്ട്. പുറത്ത് നല്ല വെയിലാണ്, നല്ല എരിയുന്ന വെയിലാണ്. പെരുമാൾ മുരുകൻ്റെ പുസ്തകത്തിൻ്റെ പേര് പോലെ എരിവെയിലാണ്. വെയിൽ പോലെ എരിയുന്ന ഒരു വിഷയമാണ് നമ്മൾ ഈ സെഷനിൽ സംവദിക്കുന്നത്. എഴുത്തുകാരൻ എന്തിനാ തെറി പറയുന്നത്, തെറി എഴുതുന്നത് എന്നാണ് സെഷൻ്റെ പേര്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എഴുത്തുകാരൻ എന്തിനാ തെറി എഴുതുന്നത് എന്നൊരു ചോദ്യം. മറ്റൊന്ന്, എഴുത്തുകാരൻ എന്തിനാ തെറി എഴുതുന്നത് എന്നൊരു ചോദ്യവുമുണ്ട്. രണ്ട് തരത്തിൽ അല്ലെങ്കിൽ പല മട്ടിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വിഷയമാണിത്. പണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലൈബ്രറിയിൽ നിന്ന് ലേഡീസ് ചാറ്റർലീസ് ലവർ എടുത്തപ്പോൾ, DS ലോറൻസിൻ്റെ ലേഡീസ് ചാറ്റർലീസ് ലവർ എടുത്ത് വായിക്കാൻ കയ്യിലെടുത്തപ്പോൾ അന്ന് ലൈബ്രറിയനായിരുന്ന സുഹൃത്ത് ചോദിച്ചത്, ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ച ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അശ്ലീലം തെറിസാഹിത്യം എന്ന പേരിൽ നിന്ദിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കാലടി സർവകലാശാലയിലെ MA ബിരുദധാരിയായ ഒരു വിദ്യാർത്ഥി ഇതേ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, മനേട്ടാ എന്തൊരു ക്ലാസിക്കാണ് എന്നാണ്. അതുപോലെ തന്നെ മദാം ബോവറി വന്നപ്പോൾ, ഫ്ലബേറിൻ്റെ മദാം ബോവറി വന്നപ്പോഴും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഒരു സാഹിത്യം, അശ്ലീലമെന്നോ തെറിയെന്നോ മുദ്ര കുത്തപ്പെട്ട ഒരു സാഹിത്യം പതിറ്റാണ്ടുകൾ പിന്നിട്ട് 2024 കയ്യിലെടുക്കുമ്പോൾ തെറി എങ്ങനെയാണ് ക്ലാസിക്കാവുന്നത്? ബഷീറിൻ്റെ ശബ്ദങ്ങൾ വന്നപ്പോൾ നമുക്കറിയാമല്ലോ, വലിയ ബഹളങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാള ഭാവനാ പരിസരത്ത്. ബഷീറിനെ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരു കൂട്ടം വായനാ സമൂഹം, ഈ ശബ്ദങ്ങൾ മുഴുവൻ തെറിയാണ് എന്ന്. പക്ഷേ പുതിയ തലമുറ ശബ്ദങ്ങൾ കയ്യിലെടുത്ത് വായിച്ചിട്ട് പറയുന്നു, ഈ തെറി ജീവിതമാണല്ലോ എന്ന് പറയുന്നു. പിന്നീട് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ മലയാള സാഹിത്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെടുക്കാനാകും. ധർമ്മപുരാണം ഇറങ്ങിയ കാലത്ത് അതിലെ നിന്ദാസൂചകമായ അധിക്ഷേപസൂചകമായ പദങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതെന്തൊരു നോവലാണ്, ഇത് വെറും തെറിയാണല്ലോ, ഇത് വെറും അശ്ലീലമാണല്ലോ എന്ന് അധിക്ഷേപം ചൊരിഞ്ഞവരുണ്ട്. പക്ഷേ ഇന്ന് പുതിയ തലമുറ ആ OV വിജയൻ അന്നെഴുതിയ അധിക്ഷേപസൂചക പദങ്ങൾ മുഴുവൻ മുൻകാലത്തെ പ്രവചിക്കുന്ന പ്രവചന സ്വഭാവമുള്ള ദാർശനിക ബിംബങ്ങളായിരുന്നു എന്ന് വായിച്ചെടുക്കുന്നു. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഒരു കാലത്ത് എഴുതപ്പെട്ട തെറി അല്ലെങ്കിൽ അശ്ലീലം, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്, കൂടിയിരുന്ന് വായിക്കാൻ കൊള്ളാത്തത്, കുടുംബത്തിൽ ഒന്നിച്ച് ഇരുന്ന് വായിക്കാൻ കൊള്ളാത്തത് എന്ന് പറയുന്ന സാഹിത്യം, ഈ തെറി സാഹിത്യം കാലങ്ങൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് അശ്ലീലമായി മാറുന്നത്, പിന്നിടുമ്പോൾ എങ്ങനെയാണ് ക്ലാസിക്കായി മാറുന്നത്, മികച്ച സാഹിത്യമായി മാറുന്നത് എന്നൊരു സംശയം എല്ലാ കാലത്തുമുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടാണ്, ഈ ഒരു സൗന്ദര്യാനുഭൂതിയുടെ പരിസരത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ എഴുത്തുകാരൻ എന്തിനാ തെറി എഴുതുന്നത് എന്ന വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം ഈ സെഷനിൽ പങ്കെടുക്കുന്നത് മലയാള ഭാവനയ്ക്ക് മികച്ച കൃതികൾ സംഭാവന ചെയ്തിട്ടുള്ള നിലവിളി കുന്നിലേക്കുള്ള കയറ്റം, കാളിദാസൻ്റെ മരണം, വായില്ല കുന്നിലപ്പൻ എന്നിങ്ങനെ നിരവധി, ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയാഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഈഴച്ചമ്പകത്തിൻ്റെ ഗന്ധം വരെ മികച്ച രചനകൾ കൊണ്ട് നമ്മുടെ ഭാഷയെ അനുഗ്രഹിച്ച ശ്രീ M നന്ദകുമാർ സാറാണ്. മറ്റൊരാൾ കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം തുടങ്ങി, ജനാഫ്രീസ് ഒരു കൊടിയ കാമുകൻ തുടങ്ങി നിരവധി തീ കൊണ്ടെഴുതുന്ന എഴുത്തുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീമതി ഇന്ദുമേനോൻ. മറ്റൊന്ന് VS അജിത്താണ്. അദ്ദേഹം എലിക്കണി, പെൺകടികാരം, ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത പുതിയ പുസ്തകം, പിന്നെ ഇണയില്ല പൊട്ടൻ എന്നിങ്ങനെ വേറിട്ട ശൈലി കൊണ്ട് മലയാള കഥാഭാവനയെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന വേറിട്ട ശൈലി, അത് തന്നെ പറയണം. മികച്ച എഴുത്തുകാരൻ, നവഭാവുകത്വത്തിൻ്റെ എഴുത്തുകാരൻ ശ്രീ VS അജിത്ത്. 3 പേരുമാണ് എന്നോടൊപ്പം ഉള്ളത്. ആദ്യമായിട്ട് സംസാരിക്കുന്നത് ശ്രീ M നന്ദകുമാർ സാറാണ്. എന്തിനായിരിക്കും നമ്മുടെ എഴുത്തുകാരിങ്ങനെ തെറി എഴുതുന്നത്? ദയവായി സംസാരിക്കൂ സാർ. എല്ലാവർക്കും നമസ്കാരം. എഴുത്തുകാരൻ എന്തിനാണ് തെറി എഴുതുന്നത് എന്ന ഈ അപകടം പിടിച്ച വിഷയത്തെക്കുറിച്ച് വളരെ മാന്യമായി സംസാരിച്ച് രക്ഷപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ നമ്മൾ അശ്ലീലം മുതലായ വിഭജന രേഖകൾ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലായാലും നേരത്തെ നമ്മുടെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ വളരെ ആപേക്ഷികമായ
സംഗതികളാണ്. ഈ നമ്മളിപ്പോൾ വളരെ ക്ലാസിക്കലായിട്ടുള്ള ടെക്സ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ കാളിദാസൻ്റെ കുമാരസംഭവത്തിനകത്തുള്ള പാർവതിയുടെ അംഗോപാംഗ വർണ്ണനയും പാർവതിയും ശിവനും തമ്മിലുള്ള മന്മഥലീലകളും അശ്ലീലം എന്നുള്ള ഒരു വകുപ്പിലേക്ക് പെടുത്തി അന്നത്തെ കാലത്ത് തന്നെയുള്ള ഈ സംസ്കൃത പണ്ഡിതന്മാരും കാവ്യ നിരൂപകരൊക്കെ അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു കാര്യം, അത് ഭക്തിയുടെ മേഖലയിൽ നിങ്ങൾ ഈ ഡയറ്റി, ദൈവം, അതൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് ഇത്തരം വർണ്ണനകൾ, രതിവർണ്ണനകൾ ഉപയോഗിക്കുന്നത് അത് ദൈവഭക്തിക്ക് വിരുദ്ധമാണ് എന്നുള്ള ഒരു തരത്തിലുള്ള വിമർശനമാണ് അതിൻ്റെ ഒരു പൊതുവ സ്വഭാവം. അപ്പം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ ശ്ലീലം അശ്ലീലം എന്നുള്ള ഈ അതിർവരമ്പുകൾ, റിലീജിയൻ, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ തന്നെ അധോതലങ്ങൾ, ലൈംഗിക പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, വിരേചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തെറി എന്നുള്ളൊരു കാറ്റഗറിയിൽ പൊതുവെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത് നിത്യജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ലൈംഗിക പ്രക്രിയയാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ കടന്നു പോകുന്ന വളരെ സർവ്വസാധാരണമായിട്ടുള്ള ജീവൽ പ്രക്രിയകളാണ്. എങ്കിൽ പോലും അത് എന്തുകൊണ്ട് തെറിയുടെ ഒരു മണ്ഡലത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളത് ഓരോ സംസ്കാരങ്ങളുടെയും മൂല്യബോധത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഇത് ഒരു പദം എപ്പോഴാണ് തെറിയുടെ മണ്ഡലത്തിലേക്ക് മാറിയത് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പണ്ട് പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ 2 ജോലിക്കാർക്ക് തീരെ ആവശ്യമില്ല. അത് ഈ ഒന്ന് തയ്യൽക്കാരനും പിന്നെ ചെരുപ്പ് കുത്തിക്കും. ഇവിടെ ഒരു ജോലി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതായിരുന്നു പോർച്ചുഗീസുകാരുടെ ഒരു നിരീക്ഷണം. അതായത് നമ്മൾ മിക്കവാറും അർദ്ധനഗ്നരും നഗ്നപാതരുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വളരെ ആദിമഗോത്രങ്ങളുടെ ഭാഷകളും പദാവലികളും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരുപാട് പദങ്ങളും പ്രയോഗങ്ങളും ഒന്നും തന്നെ അവർ അതിനെ ഒരു തെറിയായിട്ട് കണക്കാക്കിയിട്ടില്ല. മറിച്ച് ഈ സംസ്കാരം, അത് ഈ ഞാൻ നേരത്തെ പോർച്ചുഗീസുകാരുടെ വരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, കേരളത്തിൻ്റെ തന്നെ കാര്യത്തിൽ ഈ കൊളോണൈസേഷൻ ഭാഗമായിട്ടുള്ള മോഡേണിറ്റി, മിഷനറി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു മൂല്യബോധം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്താണ് ശ്ലീലമായിട്ടുള്ളത്, എന്താണ് അശ്ലീലമായിട്ടുള്ളത് എന്നുള്ള തരത്തിലുള്ള ഒരു മൂല്യവിഭജനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ വെൺമണി പ്രസ്ഥാനത്തിനകത്തുള്ള പൂരപ്രബന്ധം പോലെ, കാമബാണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വെൺമണി പ്രസ്ഥാനത്തിൻ്റെ രീതിയിലുള്ള പദ്യങ്ങളുണ്ട്. അതിനകത്ത് മൂരിശൃംഗാരത്തിൻ്റെ രീതിയിൽ എത്തുന്ന ശ്ലോകങ്ങൾ അന്ന് വളരെ ആസ്വദിച്ചിട്ടാണ് ഈ മറ്റേ കാവ്യലോകം വളരെ അങ്ങേയറ്റം അവർ വളരെ ആസ്വാദ്യകരം. ഞാൻ അതിനകത്തുള്ള ഒരു ശ്ലോകം ഒന്ന് വായിക്കാം. മൂടില്ലാത്തൊരു മുണ്ടുകൊണ്ടു മുടിയും മൂടിയിട്ടു വൻ കറ്റയും ചൂടിക്കൊണ്ടരിവാൾ പുറത്തു തിരുകി പ്രാഞ്ചിക്കിതച്ചങ്ങനെ നാടൻ കച്ചയുടുത്തു മേനി മുഴുവൻ ചേറും പുരണ്ടിപ്പോഴി പാടത്തീന്നു വരുന്ന നിൻ വരവ് കണ്ടേറെ കൊതിക്കുന്നു ഞാൻ എന്നാണ്. അന്നത്തെ കാലത്തുള്ള അക്ഷരശ്ലോക സദസ്സുകളെ ലഹരി പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ശ്ലോകം ഇന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനകത്തുള്ള വേറെ തരത്തിലൊരു അശ്ലീലം കണ്ടെത്താൻ സാധിക്കും. ഈ മറ്റേ അധ്വാനിച്ച് വിചർത്ത് പാടത്ത് പണിയെടുത്ത് കറ്റയുമായി വരുന്ന അർദ്ധനഗ്നയായ സ്ത്രീയോട് തോന്നുന്ന കാമാസക്തി, പുരുഷൻ്റെ, അത് വരേണ്യവർഗത്തിൻ്റെ കാമാസക്തിയെ ഒരു അന്നത്തെ ഒരു കാവ്യ സംസ്കാരത്തിനകത്ത് അക്ഷരശ്ലോക സദസ്സുകളിൽ അങ്ങേയറ്റം
ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ശ്ലോകമായിരുന്നു. ഇതാണ് നമ്മൾ ഈ തെറിയെക്കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം. ഇതിനകത്ത് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ദുർബലരും സ്ത്രീകളും ദലിതരും അധ്വാനിക്കുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ ലോകത്തിനെയും അവരുടെ ശരീരത്തിനെയുമാണ്. ഈ പുലം, കൂത്ത് മുതലായ വാക്കുകൾ എങ്ങനെയാണ് ചില സഫിക്സുകളുടെ ഭാഗമായിട്ട് തെറിപ്പദമായി മാറുന്നത് എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കൂത്ത് ആടുന്നവൾ ഒരു എന്താ പറയുക അശ്ലീല പദമായി മാറുന്നു. പുലത്തിൽ പണിയെടുക്കുന്നവർ ഒരു അശ്ലീല ശരീരമായി മാറുന്നു. ഈ ഒരു രീതിയിൽ തെറിക്കകത്ത് ഈ തെറി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ വിശാലമായ രീതിയിൽ ഒരു റിസർച്ച് നടന്നിട്ടുള്ളൊരു മേഖലയാണിത്. പക്ഷേ ഇതേ സമയത്ത് തന്നെ തെറിക്ക് വേറെ അട്ടിമറിയുടേതായിട്ടുള്ള ഒരു സ്വഭാവം കൂടിയുണ്ട്. നിങ്ങൾ ഇപ്പോൾ പുടിൻ, നമ്മൾ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ളൊരു വാർത്ത, റഷ്യയിൽ പുടിൻ ഒരുപാട് പദങ്ങളെ സെൻസർ ചെയ്യാൻ പോവുകയാണ്. മറ്റേ സാഹിത്യകൃതികളിലും സോങ്സിനകത്തും പരസ്യങ്ങൾക്കകത്തൊക്കെ വരുന്ന ചില റഷ്യൻ അശ്ലീല പദങ്ങളെ സെൻസർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറിച്ച് അങ്ങേപുറത്ത് അതിനേക്കാൾ വലിയ അശ്ലീലമായിട്ടുള്ള ഒരു ഉക്രൈൻ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധവും ലഹളയും കലാപവും പോലുള്ള വലിയ അശ്ലീലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എഴുത്തുകാരൻ പ്രതിരോധത്തിൻ്റെ സ്വരത്തിൽ ഈ അശ്ലീലത്തിനെ തെറിയെ ഉപയോഗിക്കാം. ഇതിനുള്ള ഒരുപാട് മറ്റേ ലോക സാഹിത്യത്തിൽ തന്നെ ഇതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഈ മിഡീവിയൽ സെഞ്ചുറിക്കകത്തുണ്ടായുള്ള റബാലയുടെ ഗാർഗുഞ്ച ആൻഡ് പരാൻഗ്രുവ എന്ന് പറഞ്ഞ നോവലിനകത്ത് ജനങ്ങളുടെ ആഘോഷമായിട്ടുള്ള കാർണിവലും ആ കാർണിവലിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിത വർഗത്തിൻ്റെയും അധികാരി വർഗത്തിൻ്റെയും പ്രഭുവർഗത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും ശ്രേണീബന്ധങ്ങളെ, അധികാര സ്വരൂപങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള ലൈംഗിക പ്രക്രിയകളും വിസർജ്യവും ഭക്ഷണവും ലാഫ്റ്ററും എല്ലാം കടന്നു വരുന്ന വലിയൊരു അട്ടിമറി സ്വഭാവമുള്ള കാർണിവൽസിനെ കുറിച്ചാണ് ആ റബാലിയയുടെ നോവൽ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് മിഖായിൽ ബെക്തിൻ്റെ വളരെ വിശദമായ പഠനങ്ങളുമുണ്ട്. നമുക്ക് അതിലേക്കൊന്നും തൽക്കാലം പോകണ്ട. കാരണം ഇന്നിപ്പോൾ നമ്മൾ ലോകത്ത് മിക്ക പുതിയ ജാനറുകളിൽ വരുന്ന ഫിക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാലും അതിനകത്ത് പോർണോഗ്രഫിയൊക്കെ ഒരു മെറ്റാനറേറ്റീവാണ്. അത് ഇതിൻ്റെ ഒരു അട്ടിമറി സ്വഭാവത്തിനെ നിങ്ങളുടെ ഭരണകൂടങ്ങൾ കൂടുതൽ അധികാരപ്രമത്തതയുള്ളതായി മാറുകയും അടിച്ചമർത്തുന്ന സ്വഭാവമുള്ളതായി തീരുകയും ഫാസിസ്റ്റ് സ്വഭാവമുള്ളതായി തീരുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിശക്തമായി തെറി പറയേണ്ടി വരും. മലയാളത്തിൽ നമുക്കതിനുള്ളൊരു ഉദാഹരണം ഒ വി വിജയൻ്റെ ധർമ്മപുരാണമാണ്. ഒ വി വിജയൻ്റെ ധർമ്മപുരാണം അക്കാലത്തുള്ള അടിയന്തരാവസ്ഥയുടെ ഒരു ഭീകരതയെ ഹാസ്യത്തിലൂടെ അശ്ലീലത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു സംഭവമാണ്. ഈ ആധുനികതയുടെ കാലത്തായിരുന്നെങ്കിലും ഇപ്പോൾ കാക്കനാടൻ്റെയൊക്കെ കൃതികൾക്കകത്ത് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് വലിയ അശ്ലീലമാണ്. അതിൻ്റെ ഒരു വേറൊരു രൂപം മാത്രമാണ് ഇന്നിപ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിലാണെങ്കിലും അത്രയൊക്കെ തന്നെ തെറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രകോപിതരാകാൻ മാത്രം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ വേറൊരു സംഗതി, ഇതിൻ്റെ ഒരു ഷോക്കിംഗ് സ്വഭാവം. നമ്മളൊരു തെറിവാക്ക് കേട്ട് കഴിഞ്ഞാൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇവല്യൂഷണറി ആയിട്ടുള്ള നമ്മുടെ ഒരു റെസ്പോൺസ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ അതിനെ ചെറുക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ തെറി ഉണ്ടാകുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത്, തെറി പറയുന്ന ആൾക്ക് ശരീരത്തിൽ അനുഭവിക്കുന്ന, മനസ്സിൽ അനുഭവിക്കുന്ന ഒരു ശക്തി, കേൾക്കുന്ന ആൾക്കുണ്ടാകുന്ന ഷോക്ക്, അതിൻ്റെ അഡ്രിനാലിൻ പ്രവാഹം, ഇതിൻ്റെ ഒരു ന്യൂറോ ഫിസിയോളജിക്കൽ സ്റ്റഡീസ്, എന്തുകൊണ്ടാണ് ഈ തെറിവാക്കുകൾ ഇത്രമാത്രം നമ്മളെ ക്ഷോഭം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വേറെയുണ്ട്. ഇപ്പോൾ ഈ ഭാഷയൊക്കെ നശിച്ചു പോകുന്ന, കോഗ്നിറ്റീവ് പ്രോസസ്സ് നശിച്ചു പോകുന്ന അസുഖങ്ങൾക്കകത്തുള്ള മനുഷ്യന്മാരും ഈ തെറിവാക്കുകൾ അവരുടെ ബ്രെയിൻ റീറ്റെയിൻ ചെയ്യും. അതവർക്ക് പറയാൻ സാധിക്കും. അതാണ് അവർ കൂടുതൽ പറയുക. അപ്പോൾ അത് വേറെ ലെവലിലുള്ളൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന സമയത്ത് എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലായ്പ്പോഴും പുതിയ വാക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നൊരു ആളാണ്.
അതിനകത്ത് നിങ്ങൾ തെറി എന്നുള്ള ടെക്സ്റ്റ് ഈസ് ആൾവേസ് കോണ്ടെക്സ്റ്റിൽ. തെറി നിങ്ങൾ ഏത് സന്ദർഭത്തിൽ, ഏത് വാക്യത്തിൽ, ഏത് പാരഗ്രാഫിൽ, ഏത് കഥാപാത്രം വഴിക്ക് പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് ആ ഒരു തെറി വാക്കിനെ മാത്രം അടർത്തി മാറ്റിയിട്ട് ഒരു പുസ്തകത്തിനെ പഠിക്കാനോ ഒരു എന്താ പറയുക ഈ ഗ്രന്ഥകർത്താവിനെതിരെ ഒരു സമരം അതൊക്കെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ നടന്നതിൻ്റെ ഇൻസ്റ്റൻസസ് നമ്മുടെ മുന്നിലുണ്ട്. അതിനോ ഉള്ളൊരു സ്കോപ്പില്ല. അപ്പോൾ ആത്യന്തികമായി പിന്നെ തെറി വായനക്കാരൻ്റെ മനസ്സിനകത്തുകൂടി സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത് നിങ്ങൾ തെറി എഴുതി എന്ന് പറഞ്ഞാൽ അതിനോട് അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത് വായനക്കാരനും കൂടിയാണ്. അയാളുടെ മൂല്യബോധങ്ങളും എഴുത്തുകാരൻ്റെ മൂല്യബോധങ്ങളും എഴുത്തുകാരൻ കഥാപാത്രത്തിലൂടെ പറയിപ്പിക്കുന്ന മൂല്യബോധങ്ങളുടെയും സംഘർഷത്തിൻ്റെ ഒരു മേഖലയാണ് തെറി എന്ന് പറഞ്ഞിട്ടുള്ള, അതൊരു ബൗണ്ടറിയാണ് ബേസിക്കലി. അതിൻ്റെ അകത്തുള്ള മീനിങ് ആര് ക്രിയേറ്റ് ചെയ്യുന്നു? വായനക്കാരനും എഴുത്തുകാരനും ഈ കഥാപാത്രവും ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സമയം കഴിഞ്ഞു തരണം. താങ്ക് യു. ഞാൻ ഇന്ദുമേനോനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഈ സെഷൻ ഇങ്ങനെ ഇതുപോലൊരു വിഷയമായതുകൊണ്ടും ഇതിന് മുമ്പൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ദുമേനോനെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഈ സെഷനിൽ ഈ വിഷയം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. നോക്കൂ മനോജ്, എന്തുകൊണ്ടാണ് നമുക്ക് അന്തസ്സില്ലാത്ത ഒരു തെറിവാക്ക് പോലും ഇല്ലാത്തത്, നമ്മുടെ ഭാഷയിൽ അന്തസ്സില്ലാത്ത ഒരു തെറിവാക്ക് പോലും ഇല്ലാത്തത് എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് അന്തസ്സില്ലാത്ത ഒരു തെറിവാക്ക് ഇല്ലാതെ പോയത്? ഇംഗ്ലീഷിലൊരു ഈ നിയോതെറിക്, അതിൽ തന്നെ ഒരു തെറിയുണ്ട്, നിയോതെറിക് എന്നൊരു വാക്കുണ്ട്. നിയോതെറിക് എന്ന് പറഞ്ഞാൽ നവീനം, ആധുനികം, മോഡേൺ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. നവീനമായ, ആധുനികമായ, പരിഷ്കൃത സമൂഹത്തിന് ഉപയോഗിക്കാൻ തക്ക ഒരു തെറിപ്പദം നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് അന്തസ്സില്ലാത്ത ഒരു തെറിവാക്ക് ഇല്ലാതെ പോയത് എന്നതിനെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമ്മോട് സംവദിക്കുന്നു ശ്രീമതി ഇന്ദുമേനോൻ. നമസ്കാരം. ഈ സെഷനിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ രാജശേഖരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം, ഈ മലയാള സാഹിത്യത്തിൽ തെറി പറയാൻ ഞാനൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യനെ പോലും തെറിപ്പദം ഉപയോഗിച്ച് വിളിച്ചിട്ടില്ല, ഒരാളെപ്പോലും വിളിച്ചിട്ടില്ല. അത് വിളിക്കാതിരിക്കാൻ വൈയക്തികമായ ഒരു കാരണം എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ 33 വർഷങ്ങൾ എല്ലാ മാസവും ഒരു 50-60 കത്ത് വെച്ചിട്ട് തെറി എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ തെറി, കേരളത്തിൻ്റെ 14 ജില്ലകളെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള തെറിപ്പദങ്ങൾ അടങ്ങിയ തെറി എൻ്റെ വീട്ടിൽ എല്ലാ ആളുകൾക്കും വന്നുകൊണ്ടേയിരുന്നു. ആരാണ് ഇത് എഴുതുന്നതെന്നറിയില്ല, അജ്ഞാതനായ ഒരു ഊമക്കത്തുകാരൻ. അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ക, മ, പ, ത, റ, ഈ 5 അക്ഷരവും ഇർ, ഇൾ, ഈ 3 ചില്ലക്ഷരവും ഇല്ലാത്ത ഒരു തെറിപ്പദം മലയാളത്തിൽ ഇല്ല എന്ന ഒരു സംഗതി ഞാൻ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളും ഒക്കെ ട്രോമാറ്റിക്കായിട്ട് മാറിയത്, വളരെ സാത്വികനും പാട്ടുപാടി ജീവിക്കുന്നവനുമായ ഒരു ഭാഗവതരാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനാണ് അമ്മ വീട്ടുകാർക്ക് ഈ തെറി എഴുതുന്നത് തെക്കൻ ഭാഗത്തെ തെറി പ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ട് എന്ന ഒരു ആരോപണം കൂടി വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ദാമ്പത്യം ഒരു 33, അവർ നല്ല സ്നേഹമുള്ള ദമ്പതികളായതുകൊണ്ട് മാത്രം വിവാഹമോചനം ചെയ്ത അച്ഛനും അമ്മയുടെയും മക്കളാവാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചു. 33 വർഷങ്ങൾ കഴിഞ്ഞാണ് ആളെ പിടികൂടുന്നതും പാവം എൻ്റെ അച്ഛൻ അറിയാൻ കൂടി ഇല്ല എന്നുള്ള ഒരു. അപ്പം അന്ന് മുതൽ ഞാൻ മനസ്സിൽ തീരുമാനിച്ചൊരു സാധനമാണ് തെറി എൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ പച്ചത്തെറി എന്ന് പറയുന്ന പദപ്രയോഗം ഞാനൊരു 10 ലക്ഷം വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ തെറി എന്ന് പറയുന്നതിന് അശ്ലീലം, വിലക്ക്, ടാബു വേർഡ്സ്, വിലക്ക് പദങ്ങൾ, അതുപോലെ തന്നെ സ്വെയർ ചെയ്യുന്നത്, കോപം, താപം, ശാപം, കഴ്സ് വേർഡ്സ്, ഇതെല്ലാം തെറിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ തെറിയെക്കുറിച്ച് നോക്കുമ്പം മതപരമായ കാര്യങ്ങളെ രാജാവെന്ന് കരുതുന്നതിനെ വിമർശിക്കുന്നത് എന്തും തെറിയാണ്. ബ്ലാസ്ഫമി തെറിയായിരുന്ന ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്, ജാതീയതയെയും വംശീയതയെയും കുറിച്ച് പറയുന്ന സാധനങ്ങൾ, അതുപോലെ നെഗറ്റീവായിട്ടുള്ള പദങ്ങൾ, വൈകാരികമായി സ്തോഭം ഉണ്ടാക്കുവാൻ വേണ്ടി
വേണ്ടി പറയുന്ന പദങ്ങൾ. തെറിയെ കാറ്റഗറൈസ് ചെയ്ത് നോക്കുകയാണ് എങ്കിൽ നമുക്കിപ്പോൾ ചില ഗോത്രങ്ങളിലേക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഗോത്രങ്ങളിലേക്ക് പോയാൽ സ്ത്രീകൾക്ക് മാത്രമായി വിലക്ക് പദങ്ങളുണ്ട്. സ്ത്രീകൾ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, ഭയങ്കര അശ്ലീലമായിട്ട് കണക്കാക്കും. ഉദാഹരണത്തിന് എൻ്റെ അമ്മായി അച്ഛൻ്റെ പേര് വെള്ളൻ എന്നാണെങ്കിൽ, ഞാൻ മുള്ളുകുറുബ ഗോത്രമാണ് എങ്കിൽ, പിന്നീട് വിവാഹാനന്തരം എനിക്ക് വെള്ളം, വെള്ളരിക്ക, വള്ളം, ഒന്നും, ബൊള്ളൻ, അങ്ങനത്തെ ഒരു പേരുകളും ഞാൻ ഉച്ചരിക്കാൻ പാടില്ല. അത് ഉച്ചരിക്കുന്നത് ഭയങ്കര തെറിയായിട്ടാണ് കരുതുക. മറ്റ് ചില ഗോത്രങ്ങളിലാകട്ടെ നമുക്ക് ദൈവങ്ങളുടെ പേര് ഉച്ചരിക്കുന്നത് ബ്ലാസ്ഫമിയാണ്. ദൈവത്തിൻ്റെ പേര് ഉച്ചരിച്ചിട്ട് നമ്മളെ കേസ് ചെയ്യുന്നത്, സ്വയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ബ്ലാസ്ഫമി ആയിട്ടാണ് കണക്കാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ശാമനികമായ പൂർവികാത്മാക്കൾ വരുന്ന ഒരു സന്ദർഭത്തിൽ മലയാളത്തിലെയോ തമിഴിലെയോ കന്നഡയിലെയോ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചാൽ ഈ ഷാമൻ നമ്മളെ ആട്ടും. ഭ എന്ന് പറഞ്ഞിട്ട് അത് തെറി, എന്തൊരു അശ്ലീലമായ പദപ്രയോഗമാണ് നീ വിശുദ്ധമായ ഇടത്തിൽ നടത്തിയത് എന്ന് പറഞ്ഞ് ആക്രമിക്കും. അപ്പോൾ ഒരു സമൂഹത്തിലെ ഭാഷ, ഒരു സംസ്കാരത്തിലെ ഭാഷ എന്ന് പറയുന്നത് മറ്റൊരു സമൂഹത്തിൽ തെറി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ, എൻ്റെ അമ്മ മലബാറുകാരിയും അച്ഛൻ തെക്കൻകാരനുമായതുകൊണ്ട് അവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞാൽ അടി കിട്ടും, ഇവിടെ പറയുന്നത് അവിടെ പറഞ്ഞാൽ അടി കിട്ടും. പിന്നെ ഈ കത്തുകളുടെ ഒരു പിൻബലവും കൂടി ഉണ്ടായതുകൊണ്ട് തെറി ഭാഷകളെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഗവേഷണം നമ്മൾ നടത്തിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് മുള്ളൻ എന്ന മീനിന് ഇവിടെയും പത്തനംതിട്ട, കൊല്ലം ഭാഗങ്ങളിൽ പറയുന്ന പേര് കോഴിക്കോട് പറഞ്ഞാൽ അടി അപ്പം ഉറപ്പാണ്. അതുപോലെ തന്നെ പിന്നെ കപ്പ, ചീനി തുടങ്ങിയ ടാപ്പിയോക്കയ്ക്ക് നാട്ടിൽ പറയുന്ന പേരെങ്ങാനും ഇവിടെ വന്ന് പറഞ്ഞാൽ അന്ന് തീർന്നു, നമ്മുടെ കുടുംബം തീർന്നു പോകും. കന്നഡയിൽ പോയിട്ട് നിങ്ങൾ അമ്മീന്നോ അമ്മിക്കല്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അടി, പാർസൽ അടി ഉറപ്പായിട്ട് കിട്ടും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ കുണ്ടൻ അങ്ങോട്ട് പോയി, ഈ കുണ്ടൻ അങ്ങോട്ട് പോയി, ഇറ്റ്സ് ഓൺലി ബാലകൻ, ചെറിയ കുട്ടി, യുവാവ് എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ പല ജില്ലകളിലും ആ പദം വളരെ ഡെറഗേറ്ററിയും അവമതിയോടുകൂടി വിളിക്കുന്നതുമായിട്ടുള്ള പദമായിട്ടാണ് കാണുന്നത്. അപ്പം നോക്കുമ്പം കാതലായിട്ട് നമുക്ക് തെറികളെ വിഭാഗീകരിച്ചു കഴിഞ്ഞാൽ മതപരമായ തെറി, നാശം, നശൂലം, എല്ലാ തെറിയുടെ ഉദാഹരണം ഞാൻ പറയൂല കേട്ടോ. നാശം, നശൂലം, അസത്ത്, അശ്രീകരം, പണ്ടാരമടങ്ങൽ. പണ്ടാരമടങ്ങൽ എന്ന് പറഞ്ഞാൽ ഒരു കേസാണ്. നീ വസൂരി വന്ന് ചത്തവൻ്റെ ശവമാണ് പണ്ടാരം, നീ വസൂരി വന്ന് ചത്ത് ദൈവം നിന്നെ കൊണ്ടുപോട്ടെ എന്നാണ് പറയുന്നത്. പിന്നെ രതിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, രതിയുടെ ശരീര അവയവങ്ങളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, നെക്സ്റ്റ് കാറ്റഗറി. മൂന്നാമത്തത് ജാതി, മതം. ഇപ്പം ജാതീയമാണ് എല്ലാ തെറികളും. ഇപ്പം ഇദ്ദേഹം പറഞ്ഞു പുലം എന്ന തെറിയുമായി ബന്ധപ്പെട്ട്, പക്ഷെ അതിനൊരിക്കൽ എതിരഭിപ്രായമുള്ളത് പുലമല്ല, പുല ആണ്, ടാബു, വിലക്ക്. നമ്മൾ മരിച്ചാൽ പുല ആചരിക്കുന്ന ആളുമായി അഗമ്യഗമനം അഥവാ ഇൻസെസ്റ്റ് നടത്തുന്നവനെ, ആടി നടക്കുന്നവളെ, അഴിഞ്ഞു നടക്കുന്നവളെയാണ് ആ പേര് ഉപയോഗിക്കുന്നത്. അത് പിന്നെ പുലവുമായി ബന്ധപ്പെട്ട തെറിയല്ല ആ പദം, മറിച്ച് സ്ത്രീയുടെ ലൈംഗികതയും ഇൻസെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറിയാണ്. പിന്നെ അതുപോലെ സ്ത്രീകളോടും ക്യോർ മനുഷ്യരോടുമുള്ള തെറികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പദം ക്യോർ മനുഷ്യരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുകയും ഒരു തെറിയുടെ കാറ്റഗറി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴഞ്ചൊല്ല് പറയുമ്പോൾ, മിത്തുകൾ പറയുമ്പോൾ എല്ലാം ജാതീയമായിട്ടുള്ള സാധനങ്ങൾ, അണ്ടനും അടകോടനും എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെമ്മാനും ചെരുപ്പ് കുത്തിയും എന്ന് ഡെറഗേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നീ എന്താ ഈ പറച്ചി നടക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പല ജാതി പേരുകളെയും വളരെ മൊഗ്ഗൻ, ത്യോളൻ, അതുപോലെ കുശവൻ, ചെറുമൻ തുടങ്ങിയ പദങ്ങളെയെല്ലാം തന്നെ തെറികളാക്കി ഉപയോഗിക്കുന്നത്. പിന്നെ ഭിന്നശേഷിയെയും രോഗങ്ങളെയും പ്രാന്തൻ, പിന്നെ അങ്ങനെ പല പദങ്ങൾ, പിന്നെ പാണ്ഡൻ, അങ്ങനെയൊക്കെ അതൊക്കെ ലെവൽസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഭാഷയിൽ ഉപയോഗിക്കുക. പിന്നെ ശരീര വിസർജ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറികൾ. ഇങ്ങനെയാണ് നമ്മൾ തെറികളെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത്.
പണ്ട് കാലങ്ങളിൽ മതവും ബ്ലാസ്ഫമിയുമായി ബന്ധപ്പെട്ട തെറികളെല്ലാം ഭയങ്കര ശക്തമായിരുന്നുവെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള തെറികൾക്ക് അത്ര ഒരു സ്ട്രോങ് ഇല്ല. അത്തരം തെറികൾ പണ്ടാരടങ്ങി അയ്യോ എന്തൊരു പണ്ടാരാണ്, സ്വന്തം കുട്ടീനെ പണ്ടാര കുരിപ്പേന്ന് വിളിക്കുന്ന അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു തെറിയായിട്ടല്ല അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ അതേസമയം രതിയുമായി ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾ, വിസർജ്യവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജാതീയത, വംശീയതയുമായി ബന്ധപ്പെട്ട തെറികളെല്ലാം തന്നെ മാരകമാണ്. തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും ഒഴിച്ച് മാന്യമായ മറ്റൊരു തെറിയും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം എഴുത്തിലേക്കും ഭാഷയിലേക്കും തെറി കടന്നു വരുന്നോ എന്ന് ആത്മപരിശോധന നടത്തുമ്പം ഞാൻ ഡാർവിനിലേക്കാണ് പോവുക. ഭാഷയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് തന്നെ ലൈംഗിക ചോദനയിൽ നിന്നാണെന്ന് ഡാർവിൻ മുതൽ ഇങ്ങോട്ടുള്ള നരവംശാസ്ത്രജ്ഞർ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വനപേടകം പോലെയുള്ള ശബ്ദ അവയവങ്ങൾ വികസിക്കുവാനുള്ള ഒരു കാരണം ഇണയെ ആകർഷിക്കുവാൻ വേണ്ടി, രാത്രി കാലങ്കോഴിയെല്ലാം കരയുമ്പോൾ നമ്മൾ അയ്യോ കാലങ്കോഴി, അതൊന്നുമില്ല, അത് അതിൻ്റെ ഇണയെ വിളിക്കുന്നതാണ്, ഇണകളെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ മനുഷ്യനിൽ ശബ്ദം, ലാംഗ്വേജ് എന്ന് പറയുന്ന സംഭവം ഡാർവീനിയൻ സിദ്ധാന്തത്തിൻ്റെ സിദ്ധാന്തപ്രകാരം ശബ്ദത്തിൻ്റെ വികാസം, വ്യാപനം, പരിണാമം, ഉപയോഗം എല്ലാം തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി സൈക്യാട്രിയിലേക്ക് നമ്മൾ അല്ലെങ്കിൽ സൈക്കോളജിയിലേക്ക് കടന്നാൽ നമ്മൾ മനസ്സിലാവുന്ന മറ്റൊരു സംഭവമുണ്ട്. നാവാണ് ലിംഗത്തിൻ്റെ പ്രതിരൂപിയായി ഉപയോഗിക്കുന്നത്. സോമൻ മാഷ് തൻ്റെ പുസ്തകത്തിൽ അശ്ലീലതയും അർത്ഥാന്തരങ്ങളും പറഞ്ഞൊരു പുസ്തകത്തിൽ വളരെ രസകരമായ ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. നാവ് നീട്ടുക ഓൾമോസ്റ്റ് എല്ലാ സമൂഹങ്ങളിലും ഭയങ്കര തെറിയാണ്. കാരണം നാവ് അവൾ ഭയങ്കര വായാടിയാണ്, എന്തൊരു നാക്കാണ് ആ പെണ്ണിന്, ചെലപ്പാറ്റേനെ പോലെയാണെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡെറഗേറ്ററിയാണ്. അയ്യോ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല കേട്ടോ, അത് ചെലപ്പാറ്റേനെ പോലെ ചെലയ്ക്കും. അത് വർത്തമാനം പറയുന്നത് കൊണ്ടല്ല, സമൂഹത്തിൻ്റെ ഉള്ളിൽ സംസാരിക്കുന്നവൾ ചീത്തയാണ് എന്ന വായാടികൾ. ഇപ്പം ലത്തീൻ പദങ്ങൾ, ലോകത്തുള്ള പല ഭാഷാ പദങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നാവിനെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ തന്നെയാണ് ലിംഗത്തെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. ലത്തീൻ ഭാഷയിലെ ലിംഗ്വ ഡിംഗ്വ എന്ന പദം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ ലിംഗ എന്ന് പറയുന്ന ധാതുവുമായിട്ട് അതിനുള്ള ബന്ധവും, ഈ ലിംഗ്വ എന്ന പദത്തിൽ നിന്നാണ് ലാംഗ്വേജ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാർവീനിയൻ സിദ്ധാന്തമൊക്കെ പരിശോധിക്കുമ്പോൾ ഭാഷയ്ക്കകത്ത് ബൈ ഡിഫോൾട്ട് ലൈംഗികമായ ചോദനകൾ ഉണ്ടാകും. അതുകൊണ്ട് പഴയ കാലത്തുള്ള പുരാവൃത്തങ്ങൾ, പഴഞ്ചൊല്ലുകൾ, ഇതിലെല്ലാം ലൈംഗികതയുടെ ബിംബങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. അപ്പം മറ്റൊരു സംഗതി, ആൻറ്റി ലാംഗ്വേജ് അല്ലെങ്കിൽ അണ്ടർവേൾഡ് ലാംഗ്വേജ്. എപ്പോഴാണ് പ്രതിഭാഷയും അധോലോക ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്നത്? ദേഷ്യം വരുമ്പം, പട്ടാളക്കാർക്കിടയിൽ, പ്രിസണേഴ്സിൻ്റെ ഇടയിൽ, അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്കിടയിൽ, കറുത്ത വർഗ്ഗക്കാർക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള ഭാഷ ഉയർകൊള്ളുന്നത് പ്രതിഷേധത്തിൻ്റെ സൂചനയായിട്ടാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. എഴുത്തിനെ ശരിയായ രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ കുറേ വർഷമായിട്ട് ഉണ്ട്. എഴുത്തോ കഴുത്തോ എന്ന ചോദ്യം ഉയരുമ്പോൾ ജനാധിപത്യപരമായി ബുദ്ധിയുള്ള എഴുത്തുകാർ എഴുത്തിൽ നിൽക്കുകയും കഴുത്തിനെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പം ഒരു ഫാഷിസ്റ്റ് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വരുമ്പോൾ നാവടക്ക് എന്നാണ് പറയുന്നത്. കാരണം ജനാധിപത്യത്തിൻ്റെ കാവലായും ഭാഷ തന്നെ സ്വയം പരിവർത്തനപ്പെടുകയാണ്. അപ്പോൾ സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഭാഷയെ അടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ചിന്ത തന്നെ കൺഫേമിസ്റ്റായിട്ട് ഛിദ്രിക്കപ്പെട്ട് പോകും. നമുക്ക് നോക്കിയാൽ മതി, ഭരണകൂടം നിലനിൽക്കുന്ന സമൂഹങ്ങളിലെ എല്ലാ സാഹിത്യ സ്വരൂപങ്ങളും പ്രൊപ്പഗാൻഡ സാഹിത്യമായിരിക്കും. വാക്കുകളിലെ നിയന്ത്രണം, ഇത്. പിന്നെ വേറൊരു സംഗതി കണ്ടിട്ടുന്ന ചില എഴുത്തുകാർ വളരെ ശക്തമായ രീതിയിൽ ഇതിനെ ചോദ്യം ചെയ്യും. മൂർച്ചയുള്ളതും വ്യതിരിക്തവും ആയ ഭാഷ, ലൈംഗിക ബിംബങ്ങൾ നിറഞ്ഞതും അപകടകരമായ സംഘർഷ ദ്യോതിപ്പിക്കുന്നതുമായ സംഗതികൾ പുറത്തു വരും. എവിടെയെല്ലാം വിലക്കുകളുണ്ടോ അവിടെയെല്ലാമുള്ള സാഹിത്യം പരിശോധിച്ചാൽ തെറിയും വിലക്ക് ഭാഷയും ബ്ലാസ്ഫെമിയും ലൈംഗിക ബിംബങ്ങളും
പ്രത്യക്ഷമായും പരോക്ഷമായും ഉഴുതുമറിച്ച എഴുത്തുകളായിരിക്കും. അതുകൊണ്ടാണ് നിയന്ത്രിക്കപ്പെട്ട സമൂഹങ്ങളിൽ നാടകത്തിലും സിനിമയിലും എഴുത്തുകളിലും ലൈംഗികത മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ട് മുതൽ കറുത്ത വർഗ്ഗക്കാരുടെ സ്ലാങ്ങുകളെല്ലാം നമുക്ക് സംസാരിക്കാനും എഴുതാനും ബ്ലാസ്ഫമി പറഞ്ഞ് വിമർശിക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹത്തിൽ ലൈംഗികതയുടെ പ്രസരം, എഴുത്തിൽ അശ്ലീലമായ സംഗതികളെല്ലാം കുറയും. അപ്പോൾ ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, ഇനി സ്ത്രീകളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വിഡ്ഢിയുടെ വീഡിയോ കണ്ടു. ഒരു സ്ത്രീ എഴുതുന്നത് മുഴുവൻ വജൈന മോണലോഗാണ് എന്ന് പറയുന്നത്. ഇത് പുരുഷാധിപത്യ സമൂഹം കാലാകാലങ്ങളായി അശ്ലീലതയും തെറിയും ഉപയോഗിച്ച് ആധിപത്യം ഉറപ്പിക്കുകയും സ്ത്രീയെ അടിമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ഫെമിനിസ്റ്റുകളും ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിമോചന ദൗത്യത്തിൻ്റെ ഭാഗമായി തെറി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എഴുതുന്ന സ്ത്രീകളുടെ എഴുത്തുകളിലെല്ലാം നമുക്ക് ലൈംഗികതയുടെ ഈ ആയുധം എടുത്ത് പ്രയോഗിക്കുകയാണ്. സ്കോർച്ച് ചെയ്യണം. തെറി എന്ന് പറഞ്ഞ പദത്തിന് അത് അർത്ഥം കുത്തുമ്പം രക്തം ചിതറണം എന്ന ഒരു അഭിവാഞ്ച സ്ത്രീകളുടെ ഇടയിൽ എന്നെ തോൽപ്പിക്കാൻ ഇവൻ ഉപയോഗിക്കുന്ന അതേ ആയുധം നമ്മൾ ഉപയോഗിക്കാൻ, നിയന്ത്രണത്തിനെ പൊട്ടിച്ച് കളയാൻ വേണ്ടിയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇത് വരുന്നത് എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീമതി ഇന്ദുമേനോൻ. അടുത്തതായി വി എസ് അജിത്ത് സംസാരിക്കും. പണ്ട് വളരെ 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 വർഷങ്ങൾക്ക് മുമ്പ് എം.എൻ. വിജയൻ മാഷ് എഴുതിയൊരു ലേഖനത്തിൽ ഇങ്ങനെയുണ്ട്: നിങ്ങൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നിഴലുണ്ടാക്കുന്നു, നിങ്ങൾ ജയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പരാജയങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ശുദ്ധിയെക്കുറിച്ച് പറയുന്നിടത്ത് തൊട്ടടുത്ത് അശുദ്ധിയുണ്ട്. അങ്ങനെയൊന്ന്. അത് ഈ എഴുത്തുകാരൻ എന്തിനെഴുതുന്നു, അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്തിന് തെറിയെഴുതുന്നു എന്ന ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ കുറച്ചും കൂടെ വിസ്താരം ആവശ്യമായ ഒന്നാണെന്ന് തോന്നുന്നു. കഥകളിൽ അജിത്ത് കഥകളാണ് എഴുതുന്നത്. കഥകളിൽ പലപാട് ഈ നിന്ദാസൂചകമായ തെറിപ്പദങ്ങൾ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുന്ന എഴുത്തുകാരനാണ് വി എസ് അജിത്ത്. പിന്നെ അദ്ദേഹം എപ്പോഴും നമ്മൾ ഈ പിള്ളേർ പറയില്ല, ചൊറിച്ചു മല്ലുക എന്നൊക്കെ പറയുമല്ലോ, എന്താ പറയുക, സ്പൂണറിസം. യെസ്, ഇറ്റ് ഈസ്. അത് കഥകളിൽ ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് വി എസ് അജിത്ത്. അജിത്തിനോട് ചോദിക്കാം, എഴുത്തുകാരൻ എന്തിനാണ് തെറി എഴുതുന്നത്? താങ്ക് യു മനോജ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 അഭിജിത്ത് മുഹൂർത്തത്തിൽ തെറിയെക്കുറിച്ച് കേൾക്കാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യുധിഷ്ഠിരൻ കർണൻ്റെ മുമ്പിൽ ചെന്ന് വെട്ടു. അപ്പോൾ കർണനെ സംബന്ധിച്ച് യുധിഷ്ഠിരന് ഒരു ചെറിയ ടാർഗറ്റാണ്, ഈസി ആയിട്ട് കൊല്ലാൻ പറ്റുന്നതാണ്. അപ്പോൾ കർണൻ പക്ഷേ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അർജുനൻ അല്ലാതെ വേറെ ആരെയും കൊല്ലുകയില്ല. അതുകൊണ്ട് എപ്പോഴും 5 മക്കൾ കുന്തിക്കുകയുണ്ടാകും. അങ്ങനെ അതുകൊണ്ട് കർണൻ ആദ്യം യുധിഷ്ഠിരൻ്റെ കൊടിമരം അമ്പെയ്ത് നശിപ്പിച്ചു, കുതിരയെ കൊന്നു, രഥം തകർത്തു, കിരീടം തകർത്തു. അങ്ങനെ നിരായുധനായി നിൽക്കുന്ന യുധിഷ്ഠിരനോട് കർണൻ പറഞ്ഞു, അപ്പോടെ പോയി തരത്തിന് കളിയടെ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. അപ്പോൾ ഇതിൻ്റെ ആ അപമാനവും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ വൈകിട്ട് പാളയത്തിൽ വന്നപ്പോൾ ധർമ്മപുത്രർ അർജുനനെ വിളിച്ച് വഴക്കുണ്ടാക്കി. അപ്പോൾ അർജുനൻ്റെ കയ്യിലൊരു വിശിഷ്ടമായ ഒരു അസ്ത്രമുണ്ട്, ഗാന്ധീവം എന്ന് പറയും. അത് വളരെ അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അമേരിക്ക, ചൈന, ഫ്രാൻസ്, ഇസ്രായേൽ, അങ്ങനെ അപൂർവം ചില ശക്തികളുടെ കയ്യിൽ, പിന്നെ അർജുനൻ്റെ കയ്യിലും മാത്രമേ ഉള്ളൂ ഈ ഗാന്ധീവം. അപ്പോൾ ഈ ഗാന്ധീവം നീ എന്തിനിടെ ഇത് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്, അത് ഒടിച്ച് തോട്ടിക്കളയാത്തത് എന്ന് ചോദിച്ചു. സുനിൽ പി ഇളയിടം മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു മലയാളി പുരുഷനോടും ചോദിക്കാവുന്ന ചോദ്യമാണിത്. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ഈ അർജുനൻ ഒരു ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാന്ധീവത്തെ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അയാളെ ഞാൻ തൽക്ഷണം വധിക്കുന്നതായിരിക്കും. അങ്ങനെ കൊല്ലാൻ വേണ്ടി അർജുനൻ ധർമ്മപുത്രരെ കൊല്ലാൻ വേണ്ടി വാളെടുത്തു. അപ്പോഴേക്കും കൃഷ്ണൻ ചാടി വീണു. ഇവിടെ അപ്പുറത്താണെങ്കിൽ 100 പേരുണ്ട്, ഇവിടെ ആകെ 5 പേരേ ഉള്ളൂ. അത് ഇവരന്മാർ തന്നെ തമ്മിൽ തല്ലി ചത്തുപോയാൽ പിന്നെ യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ലല്ലോ. അപ്പോൾ കൃഷ്ണൻ അർജുനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ശപഥം ചെയ്തത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഗാന്ധീവത്തെ കുറ്റം പറയുന്നയാളെ ഞാൻ വധിക്കും എന്നാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വധം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വധമുണ്ട്. അതിൽ പ്രമുഖമായ ഒന്ന് തേജോവധം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചേട്ടനാണ്
ധർമ്മപുത്രരാണ്, ഭാവിയിൽ രാജാവാകേണ്ട ആളെ എന്നൊന്നും വിചാരിക്കാതെ നേരം വിളിക്കുന്നവരെ കണ്ണും പൊട്ടി തെറി വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ തെറി വിളിച്ചത് കൊണ്ട് ഒരു കൊലപാതകം ഒഴിവായി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, തെറിക്ക് അങ്ങനെ ഒരു കൊലപാതകം ഒഴിവാക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളത്. പോസിറ്റീവാണ്. തെറിയുടെ ഒരു ഇവരെല്ലാം നെഗറ്റീവ് പറഞ്ഞിരിക്കും, ഒരാൾ പോസിറ്റീവ് പറയണം. പിന്നെ ഒന്ന്, നമ്മുടെ മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിൽ കേണൽ അർക്കേഡിയ ബുവെൻഡിയ ഉർസുല എന്ന പറഞ്ഞ സ്ത്രീയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ ഉർസുലയോട് ആരോ പറഞ്ഞ് പേടിപ്പിച്ചു, നിങ്ങൾക്കുണ്ടാകുന്ന കൊച്ചിന് പന്നിവാലുള്ള കുട്ടികൾ ജനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഉർസുല ഒരു ചാസ്റ്റിറ്റി ബെൽറ്റ് ഇട്ടുകൊണ്ട് നടന്നു. എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ട ഒരു പാൻറ്റിസ് ഇട്ടുകൊണ്ട് നടക്കും. അപ്പോൾ ഈ വിവരം നാട്ടിലെല്ലാം പാട്ടായി. കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നാട്ടിലെല്ലാവരും അത് അറിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഹണിമൂണിൻ്റെ സമയമാണ്, പക്ഷേ ഇവിടെ ഈ ചാസ്റ്റിറ്റി ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ അർക്കേഡിയ ബുവാൻഡിയ ചന്തയിൽ വെച്ച് ഒരു കോഴിപ്പോരിൽ ഏർപ്പെടുകയും ഇയാളുടെ കോഴി വേറെ പാവപ്പെട്ടവൻ്റെ കോഴിയെ തോൽപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ തോറ്റ കോഴിയുടെ മുതലാളിക്ക് അമർഷവും ദേഷ്യവും വിരോധവും ഉണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, നിൻ്റെ പൂവൻകോഴി കൊള്ളാം, ഈ പൂവൻകോഴിക്ക് കോക്കെന്ന് ഒരു അർത്ഥവുമുണ്ടല്ലോ, ഇത് നിൻ്റെ ഭാര്യ ഉർസുലയ്ക്ക് ചേരും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ദേഷ്യം വന്ന് ക്ഷുഭിതനായി ഒരു കുന്തമെടുത്ത് ഈ പറഞ്ഞവനെ കുത്തിക്കൊന്നിട്ട് രക്തമൊലിപ്പിക്കുന്ന കുന്തവുമായി വീട്ടിൽ ചെന്നിട്ട് ഉർസുലയോട് പറഞ്ഞു, ഊരടി അത്, ഇനി ഇതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ഈ നാട്ടിൽ ഒരു കൊലപാതകവും കൂടി നടക്കാൻ പാടില്ല. അങ്ങനെ അവർ ഊരി. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ഉർസുല ചായയും ഉള്ളിയോടെയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉർസുല ആലോചിച്ചു, ഈ ചന്തയിൽ കോഴിപ്പോരിൽ തോറ്റ സമയത്ത് അർക്കേദിയോ ബുവേന്തിയ അയാളെ 10 തെറി വിളിച്ചിരുന്നെങ്കിൽ ഒരു കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. മാത്രമല്ല വീട്ടിൽ വന്ന് എന്നെ 2 തെറി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അത് ഊരുകയും ചെയ്തേനെ. അപ്പോൾ ഈ കൊലപാതകവും ഈ 2 പ്രശ്നവും സോൾവ് ചെയ്തേനെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈ ഭാഗം, പക്ഷേ അവസാനം പറഞ്ഞ ഭാഗം മാർക്കേസ് എഴുതാൻ മറന്നുപോയി. അത് എൻ്റെ കുറ്റമല്ല, ബാക്കി അതിനകത്തുണ്ട്. അപ്പോൾ ഈ തെറിക്കൊരു കൊലപാതകത്തിന് പകരം അതൊരു വലിയ ആയുധമാണ്. ഇവിടെ ഇന്ദുമേനോൻ പറഞ്ഞതുപോലെ ഇങ്ങനെ വളരെ ഒരു ലീഥൽ വെപ്പനാണ്, വളരെ മാരക ശേഷിയുള്ള ആയുധമാണ്. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാർ എന്തിന് തെറി എഴുതുന്നു ചോദിച്ചാൽ, നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്ത് അധികാരവർഗം നമ്മുടെ നമ്മളെ പ്രജയായിട്ടാണ് ഇപ്പോഴും കാണുന്നത്, ജനാധിപത്യത്തിലും. അല്ലാതെ പൗരൻ്റെ സ്റ്റാറ്റസ് ഒന്നും ഇല്ല. പ്രജയായി കാണുമ്പോൾ അധികാരികളോട് നമുക്ക് കൊല്ലണമെന്നുണ്ട്, പക്ഷെ നമുക്ക് കൊല്ലാനുള്ള പ്രാപ്തി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തെറി വിളിക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണ വഴിക്ക് തന്നെ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, കുണ്ടും കുഴിയും കണ്ട് എത്രയോ തെറി വിളിച്ചിട്ടായിരിക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് തോക്കെടുത്ത് വെടിവെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തെറിക്ക് അങ്ങനെ ഒരു പ്രഹരശേഷിയുണ്ട്. എൻ്റെ വ്യക്തിപരമായി ചോദിച്ചാൽ, ഞാനൊരു സറ്റയറിസ്റ്റ് ആയതുകൊണ്ട് സറ്റയറിസ്റ്റിൻ്റെ ആക്ഷേപഹാസ്യം തന്നെ ഒരു ലീഥൽ വെപ്പണാണ്. അതൊരു മാരകമായ ആയുധമാണെന്നിരിക്കെ അതിന് ഒരു ഏറ്റവും ഫലപ്രദമായ ഒരു ടൂള് തെറിയാണ്. പിന്നെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, വാക്കുകൾക്ക് ഇടയ്ക്കൊരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് ഈയിടെ പ്രിയദർശനൻ പറഞ്ഞു. വാക്കുകളിൽ ഉള്ള പൊതുവായ വാക്കുകൾ ഏറ്റവും പവർഫുള്ളായ വാക്ക് തെറിയാണ്. അതുകൊണ്ടാണ് ചില കാമുകന്മാർ ഏറ്റവും സ്നേഹത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ സന്ദർഭത്തിൽ തെറി വിളിക്കുന്നത്, സ്നേഹം കൊണ്ടും തെറി വിളിക്കുന്നത്. ചിലർ ഇണചേരുമ്പോൾ തെറി വിളിക്കും എന്ന് പറഞ്ഞ് ഈ ചന്തയിലൊക്കെ കാണുന്ന പോലെ, ചന്തയെ കുറ്റം പറഞ്ഞതല്ല, ഏറ്റവും മോശമെന്ന് കരുതുന്ന തെറികൾ പറപറ വിളിക്കണമെന്ന് ആഗ്രഹമുള്ള വളരെ കുലീനരായ, അതർവൈസ് കുലീനരായ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ തെറിക്ക് അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തെറിയെക്കുറിച്ച് ഒന്ന് പറയാനുള്ളത്. പിന്നെ ഈ കപട സദാചാരത്തിനെതിരെയുള്ള കപട സദാചാരം യഥാർത്ഥത്തിലൊരു നമ്മുടെ ഒരു വരേണ്യമായ ഒരു ഹെജിമണിയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെജിറ്റേറിയൻ നല്ലതാണെന്ന് പറയുന്ന പോലെ, അഹിംസ നല്ലതാണെന്ന് പറയുന്നത് പോലെ, ചില വരേണ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർ മഹാന്മാരാണെന്ന് പറയുന്ന പോലെ, ചില ജാതിയിലുള്ള മനുഷ്യരുടെ സ്വാഭാവികമായ വാക്ക് പോലും തെറിയാണെന്ന് വിവക്ഷിക്കുന്നുണ്ട്. ഞാൻ ശബ്ദധാരാവലി എടുത്ത് നോക്കിയപ്പോൾ ഇടയ്ക്ക് ഞാനൊരു കഥയിൽ തെറി എഴുതിയെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ കേസ് കൊടുക്കുകയും പോലീസ് കമ്മീഷണർ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം അടിയിൽ കുറേ വരയിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു വാക്ക് തന്ത എന്നുള്ളതാണ്. അത് തന്ത തെറിയാണെന്നാണ് പുള്ളി കേസ് കൊടുത്ത ആൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ഞാൻ ശബ്ദധാരയിൽ നോക്കിയപ്പോൾ തന്ത അച്ഛൻ എന്നിട്ട് ബ്രാക്കറ്റിൽ താണ ജാതിയിലുള്ളവർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ ജാതീയമായ ഒരു തട്ട് വ്യവസ്ഥ ഉണ്ടാവുകയും ചില ജാതിയിലുള്ളവർ വിളിക്കുന്ന സ്വാഭാവികമായ വാക്ക് തന്നെ തെറിയാണെന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമത് അവരെ അടിയിൽ വരയിട്ട വാക്ക് വാണം എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അമ്പ് എന്നാണ്. ശബ്ദധാരവിലിയിൽ അത് എല്ലാ ജാതിയിലുള്ളവരും അങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പക്ഷെ നമ്മൾ ചില വാക്കുകളെ അങ്ങനെ പിൽക്കാലത്ത് തമാശയ്ക്കൊക്കെ പറയുന്ന വാക്ക് പോലും തെറിയായി കരുതുന്നത് കൊണ്ട് ഇപ്പോൾ ഏത് വാക്കെയും എൻ്റെ അമ്മൂമ്മയുടെ വീഡിയോ കോൺ എന്ന് പറഞ്ഞാലും തെറിയാണ്. ആ വീഡിയോ കോണിൽ തെറിയൊന്നുമില്ല. പക്ഷേ ഇനി അങ്ങനെ 10 പേർ പറയുകയാണെങ്കിൽ 11ാമത്തെ ആൾ അത് പറഞ്ഞാൽ കേസ് കൊടുക്കുന്ന ഒരു രാജ്യം ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. പിന്നെ എഴുത്തുകാർ വളരെ ദൈവികമായ ദൈവത്തിൻ്റെ ആൾക്കാർ, പ്രജാപതി, കവിരൂപ പ്രജാപതിയാണ്. അതുകൊണ്ട് ഏറ്റവും സംശുദ്ധമായ ഒന്ന് എഴുതാവൂ എന്നൊരു പഴയ നെറേറ്റീവുണ്ട്. അപ്പോൾ ഇന്ദുമേനോനൊക്കെ നമ്മളിപ്പോൾ ദേശാഭിമാനി നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ജൈവികമായി വളരെ ഓർഗാനിക്കായിട്ട് എഴുതുമ്പോൾ സ്വാഭാവികമായി മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകൾ കടന്നു വരും. അപ്പോൾ അതിനകത്ത് തെറിയാണോ അല്ലയോ അതിനൊരു ഫിൽറ്ററിങ് ആവശ്യമില്ല. പക്ഷെ പണ്ട് കുറച്ചുകൂടെ കൃത്രിമമായി എഴുതാനിരിക്കുമ്പോൾ ഈ നാടകത്തിലൊക്കെ ഈ സാധാരണ നമ്മുടെ തകരപ്പറമ്പ് തങ്കപ്പൻ വന്ന് മൈക്കിൻ്റെ അടുത്തതായി നാടകത്തിൻ്റെ പേര് പറയുമ്പോൾ വേറൊരു ഭാഷയൊക്കെ കൊണ്ടുവരുന്നത് പോലൊരു അരണ്യത അല്ലെങ്കിൽ ഒരു കൃത്രിമത്വം കൊണ്ടുവരാതിരിക്കുമ്പോൾ തീർച്ചയായും തെറി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എഴുത്തുകാരൻ എന്തിന് തെറി എന്ന് എഴുതുന്നു എന്ന് ചോദിച്ചാൽ അത് ഒന്നാമതായി അത് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ അധികാര പവർ ലാഡറിൽ താഴെ നിൽക്കുന്ന അധികാരം പോലീസോ പട്ടാളമോ ഉപയോഗിച്ച് അധികാരപ്രയോഗം നടത്താൻ പറ്റാത്ത ഒരാളിൻ്റെ ഏറ്റവും ഒരേ ഒരു ആയുധമാണ്, ഏറ്റവും മൂർച്ചയുള്ള ഒന്നാണ്. ഇപ്പോൾ നമുക്ക് ബെൻസ് കാറിൽ പോകുന്ന ഒരാൾ, ഞാൻ ബെൻസ് കാറിനെതിരാണെന്ന് കരുതണ്ട, പോകുന്ന ഒരാൾ ഓട്ടോറിക്ഷക്കാരനെ ചെളി തെറിപ്പിക്കുമ്പോൾ അയാൾ വിളിക്കുന്നത് തെറിയാണ്. അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നത് കൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ തെറിപ്പിക്കാതിരിക്കുന്നത്. അയാൾക്ക് വേറൊന്നും ചെയ്യാനില്ല, വേറൊരു വെപ്പൺസ് അയാളുടെ കയ്യിലില്ല. അപ്പോൾ അതാണ് പ്രാഥമികമായി എനിക്ക് തെറിയുടെ എന്തുകൊണ്ട് എഴുത്തുകാർ തെറി എഴുതുന്നു എന്നതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളത്. ഇനി സമയം കുറവുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മളെ പ്രിയപ്പെട്ട സദസ്യർക്ക് ചോദിക്കാനുള്ള സമയമാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തൽക്കാലം എൻ്റെ തെറി പ്രഭാഷണം ഇവിടെ നിർത്തുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്ന് ഒരു മലയാളം പുസ്തകം എടുക്കുകയും അതിനകത്ത് അശ്ലീലം വായിച്ച് ഞെട്ടുകയും തിരിച്ചു ചെന്ന് ലൈബ്രറിയനോട് ഇത് സ്കൂളിൽ വെക്കാൻ പറ്റുന്ന ഒരു പുസ്തകം അല്ല എന്ന് പറയുകയും ലൈബ്രറിയൻ ഉടനെ അത് മറിച്ച് വായിക്കാൻ തുടങ്ങുകയും ചെയ്ത ഓർമ്മ എനിക്കുണ്ട്. ഏത് പുസ്തകമാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പം പറഞ്ഞു തന്നിപ്പം തെറി അല്ലെങ്കിൽ ലൈംഗികത ഇതൊന്നും എഴുത്തുകാർ എഴുതുന്നതിൽ ഒരു ഫിൽട്രേഷനും വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഒരു സെൻസർ സർട്ടിഫിക്കേഷൻ പുസ്തകങ്ങളിൽ കൊണ്ടുവരുന്നതിനെ പറ്റി, അതിൻ്റെ പ്രായോഗിക വശത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അതെ, ഭരണകൂടം നിരന്തരമായി കൊണ്ടുവരുന്ന ഫാഷിസ്റ്റ് യുക്തികളും വലതുപക്ഷ ആശയങ്ങളും തലയിലുള്ളത് കൊണ്ടാണ് ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് തോന്നുന്നത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മാധവിക്കുട്ടി എഴുതുമ്പോൾ മാത്രം അവർ തെറി എഴുതുന്നതായും അശ്ലീലം എഴുതുന്നതായും തോന്നുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇന്ദുമേനോൻ എഴുതുന്നത് അശ്ലീലമായും തെറിയായും തോന്നുന്നത് എന്തുകൊണ്ടാണ്? മാർക്വസോ അല്ലെങ്കിൽ സഖറിയയോ വിനോയ് തോമസോ എഴുതിയതിൻ്റെ 1000-1 പോലും എഴുതാത്ത സ്ത്രീകൾ എഴുതുമ്പോൾ, സ്ത്രീ അശ്ലീലം ലൈംഗികത സംസാരിക്കുമ്പോൾ സമൂഹത്തിനും അധികാര സ്വരൂപങ്ങൾക്കും പെട്രിയാർക്കിക്കും ഒക്കെ ഉണ്ടാവുന്ന അതേപോലത്തെ ഞെട്ടലാണ് പിന്നെ സെൻസർ വേണം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. കൺഫേമിസ്റ്റായി പോവും. പ്രൊപ്പഗാൻഡ സാഹിത്യങ്ങളും പ്രൊപ്പഗാൻഡ കലാരൂപങ്ങളും മാത്രമായിട്ട് മാറും സെൻസർ വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്ത സമൂഹങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള ഭാഷകൾ മറ്റൊരു സമൂഹത്തിന് അധമമാവുകയും കുലീനമല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സെൻസർ ചെയ്യുക? പക്ഷേ ജാതീയവും വംശീയവും സ്ത്രീവിരുദ്ധവുമായ തെറികൾ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം, മനുഷ്യരുടെ നേരെ. പക്ഷെ സാഹിത്യത്തിലോ ഇതിലോ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പരിഷ്കൃത സമൂഹം എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് പറയാം, കോളനി എന്ന വാക്ക് അധിനിവേശത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് നമ്മൾ കലാലയങ്ങളിൽ പഠിക്കുന്നത്. പിന്നീട് എം.എൻ. ഗോവിന്ദൻ നായർ ജനങ്ങൾക്ക് ചെറിയ വീടുകൾ വെച്ച് കൊടുത്തപ്പോൾ അതിനൊരു പുനരധിവാസത്തിൻ്റെ സ്വഭാവം വന്നിരുന്നു. ഇന്ന് കോളനി എന്ന് കേൾക്കുമ്പോൾ അത്
പലപ്പോഴും സമൂഹത്തിൻ്റെ ഓരം പറ്റി ജീവിക്കുന്നവരെ അധിക്ഷേപിക്കുന്ന നിന്ദാസൂചക പദമായിട്ടാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഇത് തോന്നുന്നുണ്ട്. ചില പദങ്ങൾ നമ്മുടെ അധിക്ഷേപ പദങ്ങളിൽ പുതുതായി ചേർക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ പരിഷ്കൃത സമൂഹം എന്നതിനോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ചോദിക്കാം. അജിത്തിനോടാണ് ചോദ്യം. ഒരു നല്ല കഥ, അതിൽ 1-2 തെറിവാക്കുകളുണ്ട്, അങ്ങനെയുള്ള ഒരു കഥ നമ്മുടെ കരിക്കുലം കമ്മിറ്റി അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ സ്കൂളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ? അഥവാ കരിക്കുലം കമ്മിറ്റി അത് അംഗീകരിച്ചാലും നമ്മുടെ അധ്യാപകർ അത് പഠിപ്പിക്കാൻ ധൈര്യപ്പെടുന്നു തോന്നുന്നുണ്ടോ? അധ്യാപകർ പൊതുവെ പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ ബയോളജിയിൽ റീപ്രൊഡക്ഷൻ എന്ന ഏറ്റവും അനിവാര്യമായ ഒരു അധ്യായം പഠിപ്പിക്കാതെ വിടുന്ന ഒരുപാട് അധ്യാപകരെ എനിക്കറിയാം. പിന്നെ നമ്മുടെ മലയാള അധ്യാപിക കൂടിയായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കോളേജിലെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ബെറ്റിമോൾ മാത്യു പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കുറച്ച് നാൾ മുമ്പാണ്, ഈ മൊബൈൽ ഫോണിന് മുമ്പുള്ള സമയത്ത് ഒരു പള്ളിയിൽ അച്ഛനും കൂടിയായിട്ടുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം മലയാള അധ്യാപകനാണ്, രാമായണത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുമ്പോൾ അതിൽ മുല എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അദ്ദേഹം മുല എന്ന് പറയില്ല, അവിടെ എത്തുമ്പോൾ വിഴുങ്ങിക്കളയും, ബാക്കി പറയും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഈ മുലയൊക്കെ തെറിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നുകൂടെ ഇടയ്ക്ക് പറഞ്ഞോളട്ടെ. അപ്പോൾ ഇദ്ദേഹം മുല എന്ന് പറയുമ്പോഴെല്ലാം വിഴുങ്ങും. അങ്ങനെ കുട്ടികൾ അദ്ദേഹത്തിന് ഒരു വട്ടപ്പേരിട്ടു, മുല വിഴുങ്ങി അച്ഛൻ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ ഇദ്ദേഹം കാണുമ്പോഴെല്ലാം ഇത് വിളിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന് അതിൻ്റെ അപമാനം സഹിക്കാൻ പറ്റാതെ പുള്ളി മാനേജ്മെൻറ്റിൽ പരാതി കൊടുത്ത് വളരെ ദൂരെയുള്ള ഒരു കോളേജിലോട്ട് ട്രാൻസ്ഫർ മാറി. അപ്പോൾ അന്ന് ഈ മൊബൈൽ ഫോൺ ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ KSRTC ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി. പക്ഷേ മൊബൈലൊന്നും ഇല്ലെങ്കിലും ഇദ്ദേഹം എത്തുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ കുട്ടികൾ മുല വിഴുങ്ങി അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നറിയുകയും ഇദ്ദേഹത്തെ കണ്ടപാടെ അത് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഈ ടീച്ചർ പറഞ്ഞ വേറൊരു കാര്യം, കുറച്ചു ടീച്ചർമാർ, മലയാള അധ്യാപികമാർ ഒരു മരണ വീട്ടിൽ പോയിട്ട് കാറിൽ നിന്നിറങ്ങി നടന്നു പോയി തിരിച്ചു വന്ന ഉച്ചയ്ക്ക് ഇതേപോലെ 1 മണിക്കാണ്. അപ്പോൾ കാറിൻ്റെ സീറ്റ് ചൂടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇരുന്നപ്പോൾ ബെറ്റിമോൾ പറഞ്ഞു എൻ്റെ ചന്തി പൊള്ളി പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി ടീച്ചറും പറഞ്ഞു, അയ്യേ ചന്തി എന്നൊക്കെ പറയാൻ പാടുണ്ടോ, പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾ കുണ്ടി എന്നാണോ പറയുക? അയ്യേ അതും പറയാൻ പാടില്ല, പിന്നെ എന്താണ്, പിന്നെ സംസ്കൃതത്തിൽ പൃഷ്ഠം എന്ന് പറയും. അല്ല അങ്ങനെയല്ല, നമ്മൾ സാധാരണ ബാക്ക് എന്നൊക്കെയാണ് പറയാറെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇപ്പം മലയാളി സ്ത്രീകൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ അതിനകത്തൊരു ഈ വൈദേശികതിനോട് പ്രശ്നമില്ല. ഇംഗ്ലീഷ് മലയാളത്തിൽ ഏതാണ്ട് എല്ലാ തെറികളും ഇംഗ്ലീഷിലാക്കിയാൽ വലിയ പ്രശ്നമില്ല എന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ, എനിക്ക് കരിക്കുലത്തിൽ തെറി എന്ന് വിവക്ഷിക്കുന്ന വാക്കുള്ള രാമായണത്തിലെ മുല പോലും വിഴുങ്ങുന്ന അധ്യാപകൻ ഒരു തെറി വാക്കുള്ള കഥ പഠിപ്പിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ പുതിയ തലമുറയിലെ ഇപ്പോൾ ഇവിടെ CV സുരേഷ് സാറൊക്കെ ഇരിപ്പുണ്ട്. ഏറ്റവും പുതിയ ജനറേഷനിലെ അധ്യാപകർ ചിലപ്പോൾ അത് വളരെ ധൈര്യപൂർവ്വം പറഞ്ഞേക്കാനും ഇടയുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. പക്ഷേ വളരെ കുറച്ച് ഞാൻ കണ്ടിരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെജോറിറ്റി എടുത്താൽ ഭൂരിപക്ഷം അധ്യാപകരും കുറച്ച് പിന്തിരിപ്പൻ സ്വഭാവമുള്ള ഇത്തരം കാര്യങ്ങളിൽ ഉള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ മറ്റല്ല തെറി എന്ന് പറയുന്നത് മിക്കതും തെറിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബയോളജിയിൽ റീപ്രൊഡക്ഷൻ പഠിപ്പിക്കുമ്പോൾ അത് ഒരു കാരണവശാലും അത് തെറിയല്ല, അത് സയൻസ് മാത്രമാണ്. പക്ഷെ നമ്മൾ ഏതിനെയും തെറിയാണെന്ന് ആരോപിക്കുകയും അതുകൊണ്ട് തന്നെ അതിനെ വിഴുങ്ങുകയും ചെയ്യുന്ന ഈ മുല വിഴുങ്ങി അച്ഛന്മാരും ചന്തിയില്ലാ പെണ്ണുങ്ങളും ചേർന്ന ഒരു സമൂഹമാണ് പൊതുസമൂഹം. അധ്യാപക സമൂഹത്തിലും അതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുട്ടികൾക്ക് സെക്ഷുവൽ എഡ്യൂക്കേഷൻ കൊടുക്കാത്ത പാരൻസ് എന്നുള്ളത് മാത്രമല്ല പല പാരൻസിൻ്റെയും പ്രശ്നം. കുട്ടികൾക്ക് ലൈംഗിക അവയവങ്ങളുടെ പേര് PP, മിഠായി അങ്ങനെയൊക്കെയുള്ള വേറെ സാധനങ്ങളുടെ, ഇപ്പോൾ നടന്നൊരു പോക്സോ കേസിൽ കുട്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അയാൾ എൻ്റെ PP പിടിച്ച് ഞെക്കി എന്ന് പറയുന്നുണ്ട്. പോലീസ് ചോദിക്കുന്നുണ്ട്, ആ കൊച്ചിൻ്റെ PP പിടിച്ച് ഞെക്കിയാൽ എന്താണ് കുഴപ്പം? അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ശരീര അവയവങ്ങൾ തെറിയല്ല എന്നും യഥാർത്ഥമായ പേര് തന്നെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. ആരോഗ്യമാസിക പറയുന്നത് പോലെ സംസ്കൃതത്തിലെ പേര് തന്നെ പറയണമെന്നൊന്നുമില്ല. ഗ്രാമീണമായ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കും ശരീരാവയവങ്ങൾ പറയുന്നതിൽ ഒരു അന്തസ്സുകേടും അശ്ലീലതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞപ്പോൾ സാന്ദർഭികമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കുട്ടികൾക്ക്
PP എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മുതല, കടുവ, സിംഹം എന്നൊന്നും പറഞ്ഞു പഠിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ വലുതാവുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് മുതലയുടെ വാക്കകത്ത് ഈർക്കിൽ വെച്ച് കുത്തി എന്നൊക്കെ അവകാശപ്പെടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ദുജിയോടാണ്. എഴുത്തുകാർ സ്ത്രീകളാകുമ്പോഴാണ് ഈ തെറിപ്രയോഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിമർശനങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പുരുഷന്മാർ ധാരാളം എഴുതിയിരുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകൾ എഴുതിയിരുന്നിട്ടും സ്ത്രീകളുടെ എഴുത്തിനെ പ്രാധാന്യം നൽകാതിരുന്ന ഒരു സമൂഹത്തിൽ പുരുഷന്മാരുടെ എഴുത്തിനെ ഏത് വിധേനയും സ്വീകരിക്കാൻ തയ്യാറാവുകയും അതേസമയം സ്ത്രീകൾ അത്തരത്തിലുള്ള എഴുത്തുകൾ പ്രയോഗിക്കുമ്പോൾ അത് പ്രശസ്തിക്ക് വേണ്ടിയാണ്, അത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയാണ്, പൈങ്കിളി സാഹിത്യമാണ്, കാമസാഹിത്യമാണെന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ ധാരാളമായി അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഇന്ദുജിക്ക് പറയാനുള്ളത് എന്താണ്? ഒന്ന്. രണ്ടാമതൊരു ചോദ്യം കൂടി അജിത് ജിയോട്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ വളരെ വലിയ കടന്നുകയറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ, ഒരു സംശയമാണ്, ആയിരിക്കുമോ ഈ ഗ്രാമീണ കഥകളിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായി ഇടപെട്ട് ദൈനംദിന ജീവിതങ്ങളുമായി ഇടപെട്ട് വരുന്ന കഥകളിൽ കൃത്യമായ അച്ചടി ഭാഷയെ മാത്രം ഉപയോഗപ്പെടുത്തുന്നത് അത്തരത്തിൽ ഒരു മറ്റൊരു ഭാഷയുടെ ആധിപത്യം ഉണ്ടായതുകൊണ്ടാണോ എന്നുള്ളതും കൂടിയാണ് എൻ്റെ ചോദ്യം. സ്ത്രീകളുടെ വിശുദ്ധിയും പ്യൂരിറ്റിയും സൂക്ഷിക്കുക, അങ്ങനെ മാത്രമാണ് സമൂഹത്തിൻ്റെ ആ ഒരു കുലമഹിമയും വിത്ത് സൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഈ അനുലോമ പ്രതിലോമ മാരേജ്, ഹൈപ്പർ, നമുക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ട ആൾ താണ ശ്രേണിയിലുള്ള ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ കുഴപ്പമില്ല, മറിച്ച് ഉയർന്ന ജാതി ശ്രേണിയിലെ ഒരു സ്ത്രീ താണ ജാതിക്കാരനെ കല്യാണം കഴിക്കുന്നത് സമൂഹം അംഗീകരിക്കില്ല. അതായത് സ്ത്രീ എന്ന് പറയുന്നത് ഒരേ സമയം സമൂഹത്തിൻ്റെ പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും ബിംബമായി കരുതപ്പെടുന്നു. പ്രത്യേകിച്ച് സ്ത്രീയുടെ ലൈംഗികത, കുലീനത തുടങ്ങിയ കാര്യങ്ങൾ സമൂഹം ഇത്രയും സ്ട്രോങ് ആയി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ പരസ്യമായി അശ്ലീലതയെക്കുറിച്ച് എഴുതുന്ന സ്ത്രീ, രതിയെക്കുറിച്ച് പറയുന്ന സ്ത്രീ പുരുഷാധിപത്യത്തിന് നേരെ ഉയർത്തുന്ന ഒരു ആക്രമണ സംഗതിയെ സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല. ബൈ ഡിഫോൾട്ട് സമൂഹം പെട്രിയാർക്കലാണ്, പുരുഷാധിപത്യപരമാണ്. അതുകൊണ്ടാണ് അവരെത്രയും അധികം അസ്വസ്ഥരാകുന്നത് സ്ത്രീകൾ എഴുതുമ്പോൾ. കൊളോണിയലിസത്തിൻ്റെ ചോദ്യം എനിക്ക് തോന്നുന്നത് തീർച്ചയായും കൊളോണിയൽ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഒരു അധികമായിട്ടൊരു കപട സദാചാരമുണ്ട്. അവർ കസേരയും മേശയും വരെ കാലുകൾക്ക് തുണിയിട്ടിട്ടുള്ളവരാണ്. ഈ 19ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ സ്ത്രീകൾ കുളിക്കുമ്പോൾ അവരുടെ സ്വന്തം ശരീരം കാണാതിരിക്കാൻ ലോഹ പോലെ ഒരു വസ്ത്രം അണിയണമെന്ന നിയമമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കാമസൂത്രത്തിൻ്റെ നാട്ടിൽ, ഹജുരാഹയുടെ നാട്ടിൽ, അത് നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ വളരെ സ്വതന്ത്രമായ ലൈംഗികതയുള്ള നാട്ടിൽ, നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലെ സ്ഥലത്ത് തെറിപ്പാട്ടുകൾ പാടുന്ന ഒരു രാജ്യത്ത് ഞാൻ തീർച്ചയായും ആ ചോദ്യം പ്രസക്തിയുണ്ട്. ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസം ആണ് നമുക്ക് ഇത്രയും കപട സദാചാരം സമ്മാനിച്ചത് എന്ന് തീർച്ചയായും ന്യായമായും സംശയിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സെഷന് അനുവദിച്ച സമയം അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ശ്രീ എം നന്ദകുമാർ, ശ്രീമതി ഇന്ദു മേനോൻ, ശ്രീ VS അജിത്, നന്ദി, നമസ്കാരം.